വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. ഇതൊരു കുഞ്ഞു ബ്യൂട്ടി വ്ളോഗാണ് ഗൈസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മൾ എന്താ പറയുക, ഈ കപ്പൊടിയും തേനും പഞ്ചസാരയും കൂടി മിക്സാക്കി ഗൈസ് നമ്മളൊരു സ്ക്രബ് ഇടാമെന്നാണ് ഗൈസ് വിചാരിച്ചിരിക്കുന്നത്. ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ നല്ലപോലെ അറിയാം, എന്താ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് രണ്ട് സൈഡിലും. നമ്മളതിനുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ മൊത്തം ചെയ്യുന്നുണ്ട്. ഗൈസ് ഇവിടെ വരുന്ന ഈ പിമ്പിൾസൊക്കെ ഗൈസ് എനിക്ക് ഞാൻ പഠിക്കണത് ഏവിയേഷനല്ലേ, അപ്പം നമുക്ക് ഗ്രൂമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഗൈസ് അവിടെ നിന്ന് നമുക്ക് ഗ്രൂമിങ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂമിങ് കിറ്റിൽ നിന്ന് ഇരുന്ന ഫൗണ്ടേഷൻ സംതിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മൊത്തം അപ്ലൈ ചെയ്തിട്ടാണ് ഗൈസ് ഇവിടെ ഇല്ലടും എനിക്ക് കുരു വന്നു ഗൈസ്, നന്നായി കുരു വന്നു. ഞാനിപ്പോൾ 2 ദിവസമായി ഞാൻ ആ മേക്കപ്പ് അങ്ങനെ വലുതായി ഇടാറില്ല, ഫൗണ്ടേഷൻ ഞാൻ അധികം യൂസ് ചെയ്യാണ്ടാണ് ഞാനിപ്പം കോളേജിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗ്രൂമിങ് മിസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇടണം, ഇട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പണി കിട്ടും ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ ഫേസ് സ്ക്രബിലോട്ട് പോകാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന സ്ക്രബ് എന്ന് പറയുന്നത് ഗൈസ് ഇതാണ് കാപ്പിപ്പൊടിയും പഞ്ചസാരയും തേനൂടാണ് ഗൈസ്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് മുഖത്തിടാം ഗൈസ്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം ഗൈസ്. എനിക്കറിയില്ല നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന്. താഴെ നമ്മൾ താമസിക്കുന്നത് 2nd ഫ്ലോറിലാണ്. അപ്പം ഗൈസ് നമ്മൾ താമസിക്കുന്ന 2nd ഫ്ലോറിലായതുകൊണ്ട് ഗൈസ് താഴേന്ന് ഭയങ്കര മീനിൻ്റെ മറ്റേ ഈ ഹോണിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാം എനിക്ക് ഈ വോയിസിൽ. ഗൈസ് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെന്നറിയാം. ഗൈസ് നമ്മളിത് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നന്നായി ഡ്രൈ ആവണം, നല്ല കണക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഗൈസ് നമുക്കിത് വെള്ളം വെച്ച് ഒപ്പണം ഗൈസ്. ഇങ്ങനെ ഒപ്പി എടുത്തിട്ട് നന്നായി ഒന്ന് എന്താ പറയുക റൗണ്ടിലൊന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഗൈസ്. പതുക്കെ നമ്മൾ നന്നായി പിടിച്ചിട്ട് ഉരയ്ക്കരുത്. ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്താ പറയുക മറ്റേ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ് ഗൈസ്. നമുക്കൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഗൈസ് നമുക്കിത് കൊണ്ടുവന്ന് കഴുകിക്കളയാം. ഗൈസ് ഞാനിത് കഴുകിയിട്ടുണ്ട്. കഴുകിക്കഴിഞ്ഞപ്പോൾ വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല, അതേപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളിത് എന്നും യൂസ് ചെയ്താലല്ലേ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് വരത്തുള്ളൂ. ഞാൻ മര്യാദയ്ക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഗൈസ്. കുറച്ച് ഒരു മാസം ആയിട്ട് ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതായിപ്പോയത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ.